കൊക്കോ കൊക്കോ ആ പെട്ടി അങ്ങോട്ട് പോ. അറബി പിടിക്കണേ ചെരുപ്പ് നമുക്ക് അറിയാൻ പാടില്ലേ. മാസം അബി പറിക്കാൻ പോകുന്നതാ. ഫ്രൂട്ടിന്റെ പേരെന്താ? അബിയു. അബിയു. മാത്ത് പറിക്കാട്ടോ. ഇതാ ഇതാണോടാ? അതെ, ഈ കെട്ടി വെച്ചെങ്ങനെയാണ്? ഇത് എത്ര കാലം കൊണ്ടുണ്ടായതാ? ഇതിപ്പോ 3 മാസം. 3 മാസം മതി ഒരു ഫ്രൂട്ട് ഉണ്ടാവും? 3 മാസം. ആ മധുര ഒത്തിരി പഴുത്ത് പോയി. ഇത് നല്ല വിലയാണോ? 250 രൂപ കിലോ. കിലോ 250. താമസിച്ച് പോയി, സൈഡ് കേടായിപ്പോയി. ഇത്രയും വലുതായത് 2.5 വർഷം. 2.5 വർഷം. ഒരു സീഡ് ഉണ്ടായാൽ 3 മാസം മതി പഴുക്കാൻ. ഒരു സീഡ് 3 മാസം മതി. ഇന്നേരം കടലപ്പിണ്ണാക്ക്, ചാണകവെള്ളം എല്ലാം നല്ലോണം കൊടുക്കുന്നുണ്ട്. കമ്പോസ്റ്റ്. ഇതാണ് കായ്ക്കണല്ലേ? ഇത് പൂവ്. ഇതാ എന്റെ പൂവ്. ഇത് ഒത്തിരി ആവൂലോ ഇത്. പക്ഷെ ഇത് ഒത്തിരി കാകളെ പിടിക്കണില്ല. അത് കുഞ്ഞല്ലേ, പ്രായമായില്ലല്ലോ. പ്രായമാകുമ്പോ ഒത്തിരി ആവൂല്ലേ? ആമസോൺ കാടുകളിൽ കണ്ടുവന്നിരുന്ന ഈ ഫ്രൂട്ട് നമ്മുടെ നാട്ടിൽ സുലഭമാണ്. ചിലപ്പോൾ ഓവൽ ഷേപ്പിൽ, അതും അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിൽ, അതും അല്ലെങ്കിൽ നിപ്പിൾ ഷേപ്പിൽ ഈ ഫ്രൂട്ട് കായ്ക്കുന്നതാണ്. നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്ന ഫ്രൂട്ട് കറക്റ്റ് സമയത്ത് ഹാർവെസ്റ്റ് ചെയ്തുകൊണ്ട് അതിന് നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇതിന് ഒരു സീഡാണുള്ളത്. ஆனால் ചില ഫ്രൂട്ടിന് 4 സീഡ് വരെ ഉണ്ടാകും. നമ്മുടെ കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് പിന്നെ വൈറ്റമിൻ സി കൂടുതലുള്ള ഈ ഫ്രൂട്ട് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനും ഒത്തിരി നല്ലതാണ്. ഇത് ഷെയ്ക്ക് അടിക്കാനോ അല്ലെങ്കിൽ പുഡിംഗ് ഉണ്ടാക്കുവാനോ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ കട്ട് ചെയ്യുന്ന ഈ ഫ്രൂട്ട് ഞങ്ങൾ കുറച്ച് താമസിച്ചാണ് പറിച്ചത്. ഞങ്ങൾ ആക്ച്വലി നാട്ടിൽ വരാൻ വേണ്ടി പപ്പ വെയിറ്റ് ചെയ്തുകൊണ്ട് അത് ഫ്രൂട്ട് പറിക്കാതെ വെച്ചിരിക്കുകയായിരുന്നു. ഒത്തിരി പഴുത്ത് പോയതിൻ്റെ ടേസ്റ്റ് മാറിയായിരുന്നു. അതുകൊണ്ട് നമ്മൾ കറക്റ്റ് സമയത്ത് തന്നെ ഈ ഫ്രൂട്ട് ഹാർവെസ്റ്റ് നമ്മൾ പറിക്കുന്നതാണ് നല്ലത്. കണ്ടോ, ഇത് കുറച്ച് പഴുത്ത് പോയതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റൊക്കെ ഇച്ചിരി മാറിപ്പോയി. ഫ്രൂട്ട് ഇച്ചിരി പേസ്റ്റായിപ്പോയി. കറക്റ്റ് സമയത്ത് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യണം. ഇതിൻ്റെ തൈകൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. നമ്മുടെ അതിൻ്റെ തൈകളുണ്ട്. 1.5 കൊല്ലം കൊണ്ട് വേറൊരു അബിയും കായ്ക്കുകയും ചെയ്തിട്ടുണ്ട്.